മന്ദഭാരതർ അങ്ങനെയല്ല. ശൈത്യം സൗരഭ്യം മാത്രമല്ല, പുണ്യഗന്ധവാശ്വതി ദേവകീ പുണ്യരാശി എന്ന് പറയുന്ന സച്ചിദാനന്ദകട്ടയായ ഭഗവാന്റെ ഭൂമേനിയിൽ തട്ടി വരുന്ന സുഗന്ധം കലർന്ന മന്ദഭാരതനാണ്. ഇത് വർണ്ണിക്കില്ല നല്ലത്. ഗുരുവായൂരങ്ങൾ വിളിക്കുമ്പോൾ ആ ഹൃദയത്തിലെ പൂട്ടങ്ങൾ തുറക്കും. ആ കവാടങ്ങൾ തുറക്കുമ്പോൾ ആ ശ്രീലകത്തുനിന്ന് വരുന്ന ഒരു കുളിർമയേറിയ കാറ്റുണ്ട്. അതിലൊരു സുഗന്ധമുണ്ട്. വാതാലയേശന്റെ കുളിർമയേറിയ തെന്നല് അതങ്ങോട്ട് തട്ടുമ്പോഴാണ് കുണ്ടലിനി ഉണരുക. അതുപോലെ സപ്താഹയജ്ഞം, സത്സംഗ, സദസ്, നാമയജ്ഞമൊക്കെ നടക്കുന്ന ദിക്കിലൊരു സുഗന്ധമുണ്ട്. ഇവിടെയുണ്ട്, എവിടെയുമുണ്ട്. അത് സെന്റിന്റെയല്ല, ചന്ദനത്തിരിയുടെ സുഗന്ധമല്ല, ഭഗവാന്റെ സച്ചിദാനന്ദ പൂമേനിയിൽ തട്ടി വരുന്ന മന്ദമാർഗനാണ്. അത് മധുരയിലും പരിസരത്തിലും ഭക്തന്മാരുടെ ഹൃദയത്തെ തഴുകി തുടങ്ങി. പുണ്യഗന്ധവാശ്വതി അഗ്നയസ്തദ്വിജാതീനാം ശാന്താസ്തത്രസമിന്ധത. കെട്ടടഞ്ഞിരുന്ന മഹാബ്രാഹ്മണരുടെ ആ ഹവനീയാഗ്നികളെല്ലാം മധ്യരാത്രിയില് ശാന്തമായി കത്തിജ്വലിച്ചു തുടങ്ങി. ഝുൻझുന്ന് പറഞ്ഞ് അഗ്നയസ്തദ്വിജാതീനാം ശാന്താസ്തത്രസമിന്ധത മനാമുസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹ യായമാനേ ജനേ തസ്മിൻ നേതുർദ്വന്ദ്വയോദിവി. കംസന്റെ മർദ്ദനമേറ്റ് കുഴങ്ങിയ ഭക്തന്മാര്, ഭക്തദ്രോഹികളായിരിക്കുന്ന ആളുകൾ ഒഴിച്ച് സകല ജീവരാശികളും ആ അർദ്ധരാത്രിയിൽ അങ്ങനെ ഉണർന്നു. പെട്ടെന്ന് ആനന്ദം ഹൃദയത്തിലല്ല തല്ലി തുടങ്ങി. എന്താ വിഷയമില്ല, എല്ലാവരും എഴുന്നേറ്റിരുന്നു. നാരായണ ജനനപരമില്ലാത്തതായ ഭഗവാൻ ജനങ്ങളുടെ മായയെ വായിക്കുമാറ് അവതരിക്കാൻ അടുത്തു എന്ന് വന്നതായ സമയത്ത് ഭഗവാൻ സർവോൽക്കരുടേണ വിജയിക്കട്ടെ. എല്ലാ ഹൃദയകമലങ്ങളിലും മുന്നിലും തന്നിലും ശ്രീഹരി മിന്നി തിളങ്ങട്ടെ. അവിടുത്തെ കീർത്തി ചന്ദ്രികമാരിലെങ്ങും പരക്കട്ടെ. നാരായണ നാരായണ ഹരേ നമഃ. ഭഗവാനെ ദേവകി വസുദേവന്മാരെ ദർശിക്കുകയാണ്. അടിയങ്ങളും വസുദേവരുടെ പിന്നിൽ നിന്നുകൊണ്ട് പുറം തൊടണേ, ഒന്ന് കാണാറാക്കി തരണേ ഗുരുവായൂരപ്പ. സമത്ഭുതം ബാലകമംബുജേക്ഷണം പ്രഭുഭുജം സംഘഗദായുധാം ശ്രീവത്സലമംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രമയോദസൗഭഗം മഹാൽകവൈരോയകിരീടകുണ്ടലദ്വിഷാപരിഷ്വസഹസ്രസുന്ദരം ഉദ്ദാമകാഞ്ജംഗദകങ്കണാദിവ്യം വിരോചമാനം വസുദേവായി സദാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. അത്ഭുതം ബാലകമംബുജേക്ഷണം. എവിടെ നോക്കിയാൽ അത്ഭുതമാണ്. കാരാഗ്രഹത്തിലെ കൂരിരുട്ടൊക്കെ ഇവിടെ പോയി എന്നറിയില്ല. അഗ്രേ പശ്യാമി തേജ എന്ന് പറയുന്ന ദിവ്യ തേജസ് അങ്ങനെ പ്രഭാപൂരം അങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ബാലകം ബാലസ്വരൂപം അങ്ങനെ കാണുകയാണ്. വസുദേവര് തം അത്ഭുത ബാലകം വസുദേവൈക്ഷത. ആ അത്ഭുത ബാലനെ വസുദേവര് കണ്ടു. ബ്രഹ്മാദി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട സത്സബ്ദ പ്രതിപാദ്യനായ സർവൈശ്വര്യപ്രദനായ സർവശക്തനായ ആ ഭഗവാനെ ബാലരൂപത്തെ വസുദേവര് കണ്ടു. ബാലകം എന്ന് പറഞ്ഞുകൊണ്ട് ബാലാനാമവി. ഏത് പിഞ്ചു ഹൃദയായാലും ഗുരുവായൂരപ്പന്റെ നടയിൽ ആ പുഞ്ചിരിയങ്ങൾ കണ്ടാൽ, ശ്രീകോവില് തുറന്നിട്ടതെന്ന് കണ്ടാൽ വാരിയെടുക്കാൻ തോന്നും. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കിഴിഞ്ഞിറങ്ങും. തുള്ളിച്ചാടി തിറങ്ങും കുട്ടികളായാലും. ശ്രീരാമന്റെ നടയിൽ എത്ര പ്രയാണമൊക്കെ പോയാൽ കൈകൂപ്പി നിൽക്കണം. ഗുരുവായൂരപ്പന്റെ നടയിലല്ല, ഏത് കുട്ടിയായാലും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ ആനന്ദത്തിൽ കാണുകയാണ്. ഈ കാരണം അതാണ് അജ്ഞാനത്തിന്റെ അടിത്തട്ടിൽ നടക്കുന്ന
ബാലഹൃദയങ്ങൾക്ക് പോലും ദർശനമാത്രത്താൽ പരമാനന്ദം നൽകുന്ന ബാലകം, ബാലസ്വരൂപാണ്. ആ കുട്ടിയാണോ? അല്ല. ചതുർഭുജ, 4 തൃക്കൈകളുണ്ട് അവിടത്തേക്ക്. വെറും അലങ്കാരമായ കരങ്ങളല്ല. ശംഖചക്രഗദാര്യുധായുധം, തൃച്ചക്രം കയ്യിൽ അങ്ങനെ മിന്നിത്തളങ്ങൾ കാണുന്നുണ്ട്. ഇത് കാലചക്രമാണ്. എന്റെ ഭക്തനെ കാക്കുന്ന തൃച്ചക്രമാണ്. അംബരീഷനെ കാത്ത തൃച്ചക്രം എന്റെ ഭക്തന്മാരുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവുന്നു കണ്ടോളൂ എന്നുള്ളത് എനിക്ക് തൃച്ചക്രങ്ങൾ കാണാണ്ട്. ഇനി ഭക്തന് ജ്ഞാനത്തിനു വേണ്ടി പ്രവേശിക്കേണ്ടതില്ല. അസ്പരിസകാലം കൃപയാക പോലെ ആ ധ്രുവന്റെ കപോലങ്ങളിൽ അർപ്പിച്ച പള്ളിശങ്ക എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഹൃദയമാകുന്ന കപോലങ്ങളിൽ സമയം വരുമ്പോൾ ഈ പള്ളി ശംഖ് കൊണ്ട് തഴുകി പരമജ്ഞാനം ഞാൻ പ്രകാശിപ്പിക്കുമെന്ന് കാണിക്കുമാറ് ശംഖങ്ങനെ പള്ളിശങ്കുണ്ട്. നിണമണിഞ്ഞ ഭക്തവാത്സല്യം രക്ഷയെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഗതയുണ്ട്. താമരപ്പൂണ്ട്. ഇതെന്താന്ന് മനസ്സിലായോ? പണ്ടാ ഗജേന്ദ്രൻ തന്റെ ജീവിതമാകുന്ന തുമ്പി സംസാരാഴിയിലിതാ താഴുന്ന സമയത്ത്, പ്രാരബ്ധ മുതലയുടെ കടിയേറ്റ് കുഴങ്ങുന്ന സമയത്ത് അടിയൻ ഒന്നും അർപ്പിക്കാനില്ല. അടിയന്റെ മനസ്സാകുന്ന താമരപ്പൂവ്, സങ്കല്പമാകുന്ന തുമ്പി കൈ കൊണ്ട് അവിടുത്തെ കാലടിയിൽ അർപ്പിക്കണേ. നാരായണോ ഭഗവത് നമസ്തേ. ഗജേന്ദ്രൻ അർപ്പിച്ചതായ താമരപ്പൂവിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ അർപ്പിച്ചോ യോദാനത്തിൽ നിങ്ങളെ മനസ്സാകുന്ന അർപ്പിച്ചോ ഞാൻ അറിയും എന്ന് കാണിക്കുമാറ് ആ പത്മമുഖ കയ്യിലുണ്ട്. ഗീതാമ്പരത്തിട്ടുണ്ട്, ധ്യാനായി വന്നിട്ടുണ്ട്. ശ്രീവത്സം തിരുമാർവിടത്തിലങ്ങനെ വേഷഭൂഷണയായി തണിഞ്ഞിട്ടുണ്ട്. മറു ശ്രീവത്സം എന്ന് മറു. എന്താ മനസ്സിലായോ? ഞാൻ ആരെന്ന് മനസ്സിലായോ? ഭൃഗുമഹർഷി പണ്ട് ആരൊക്കെയാണ് ത്രിമൂർത്തികളിൽ ശാന്തത എന്ന് പരീക്ഷിക്കാൻ പോയി വൈകുണ്ഠത്തിൽ വന്നപ്പോൾ എന്റെ മാറത്തൊന്ന് അങ്ങനെ ചവിട്ടി. അതീവ കോമളവും സാധാ ചരണവുതേ മഹാമുനെ. സജ്ജനങ്ങൾ വരുമ്പോൾ എഴുന്നേൽക്കാണ് വേണ്ടത്, കിടന്നതിന്റെ തെറ്റ്. അവിടുത്തെ ഈ മൃദുലമായ പാദങ്ങൾക്ക് എന്റെ കഠോരമായ ഹൃദയത്തിൽ തട്ടിയിട്ട് വേദന വന്നോ എന്ന് ചോദിച്ച് മഹാമുനിയെ ഞാൻ അന്ന് ആരാധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ആ ഭൃഗുവിന്റെ ചവിട്ട് എനിക്ക് പൂജയായിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. എന്റെ ഭക്തന്മാര് എന്തെങ്കിലും അറിയാതെ മാറത്ത് ചവിട്ടിയാൽ പോലും അലങ്കാരമായിട്ട് ഞാൻ പൂജയായിട്ട് ഏൽക്കുന്നതാണ്.